ഹായ് ഗായ്സ്, ഇന്നത്തെ എന്റെ വോയിസ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാൻ ഇന്ന് വേറൊരു സ്ഥലത്താണ്. അപ്പൊ എനിക്ക് ഈ മുറ്റം കണ്ടപ്പോ സൈക്കിളില്ല ഗായ്സ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓടിക്കളിക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ നടന്നാ മതിയോ ഗായ്സ്? കുറച്ചൊക്കെ ഓടിക്കളിക്കണ്ടേ? അപ്പോൾ ഇന്ന് ഇത്ര ഓടിയാ മതി, ബാക്കി നാളെ. ഗായ്സ്, ഇവിടെ കാടക്കുട്ടികളുണ്ട്, അതിനോട് ഞാൻ കിന്നാരം പറഞ്ഞോണ്ടിരിക്കാണ്. ടിക്ക് വലിപ്പില്ലാത്തോണ്ട് ഓല് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഓലെ ശരിയാക്കിയേനെ. ഇത് കോഴിക്കുട്ടിയാണോ കാടക്കുട്ടിയാണോ നിങ്ങൾ തന്നെ പറയും. കണ്ടിട്ട് ഡൗട്ട് അടിക്കണുണ്ട്. അതൊക്കെ പോട്ടെ, ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് പോണ യാത്രയാണ് നിങ്ങൾ കാണണത്. എന്റെ ഈ കോപ്രായം കണ്ടിട്ട് വായിക്കൂടി പോണവരൊക്കെ എന്നെ തന്നെ നോക്കുന്നു. അത്രക്ക് അടിപൊളി എക്സ്പ്രഷനല്ലേ ഞാൻ ഇടുന്നത്. അങ്ങനെ തന്നെ പറയാ ഗായ്സ്, നിങ്ങൾ പറ ഗായ്സ്. അല്ലേലും അറിയാനാ അടിപൊളിയാണെന്ന്, അപ്പൊ ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പോണ വൈക്ക് ഞങ്ങള് അടിപൊളി മീൻ വാങ്ങാൻ വേണ്ടി സൈഡാക്കി. അവിടുത്തെ മണക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഉമ്മ മീൻ പൊഴിച്ചെന്നപ്പോ വേണ്ടാന്ന് പറയാൻ തോന്നിയില്ല. ഗൈസ്, ഞാൻ അല്പം ഡാൻസ് കളിച്ചതാണ് നിങ്ങൾ കണ്ടത്, അല്ലാതെ ഡോർ കുത്തിപ്പൊട്ടിക്കുകയല്ല ഗൈസ്. ഞാൻ ഡോർ അടക്കാൻ വേണ്ട അസ്ലമാക്കുന്നോട് പറയാണ് ആ ഡോർ ഇനി അവിടെ മാണെന്ന്. അങ്ങനെ കുരുങ്ങി ആ മീൻ വാങ്ങുന്നോട് തെറ്റിട്ടോ. അവിടെ പോയപ്പോ നിറച്ച് മീൻ ചത്ത് കിടക്കുന്നു. അത് കണ്ടപ്പോ പാവം തോന്നി. അപ്പൊ എന്റെ അമ്മനോട് പറഞ്ഞു അത് ചത്തതല്ല, ഓല അതിനെ കൊന്നതാണെന്ന്. ചത്താലും കൊന്നാലും ഒക്കെ തിന്നുമ്പോ അതൊന്നും ഓർമ്മ ഉണ്ടാവൂല. നാലാൾ അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ കാറിന്റെ മുകളിൽ കയറി നാട്ടത്. ശരി ഗായ്സ്.